അടുത്തതാണ് വൈറ്റ് മാറ്റർ ഓഫ് സെറിബ്രം. നമ്മൾ സെറിബ്രത്തിനെ പറ്റി പറയുമ്പം അതിൻ്റെ ഗ്രേ മാറ്റർ, അതായത് നമ്മൾ സെറിബ്രത്തിന് താഴെയുള്ള ഗ്രേ മാറ്ററിനെയാണ് നമ്മൾ ബേസൽ ന്യൂക്ലിയ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ സെറിബ്രത്തിനകത്ത് വൈറ്റ് മാറ്റേഴ്സ് ഉണ്ട്, അതായത് നമ്മളുടെ ഫൈബേഴ്സ്. ആ ഫൈബേഴ്സിനെ നമ്മൾ വൈറ്റ് മാറ്റർ ഓഫ് സെറിബ്രം എന്ന് പറയാം. ഇതെന്ന് പറയുമ്പോൾ ചീഫ്ലി ഓഫ് മൈലിനേറ്റഡ് ഫൈബേഴ്സ് ആയിരിക്കും. നമ്മളെ കോർട്ടെക്സിനകത്തുള്ള തന്നെ വേരിയസ് പാർട്ടിനെ കണക്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മളെ CNS തന്നെയുള്ള ബാക്കിയുള്ള പാർട്സുമായിട്ട് കോർട്ടെക്സിനെ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കോർട്ടെക്സും ഇപ്പോൾ രണ്ട് സൈഡിലെ കോർട്ടെക്സ് ഇല്ലേ, അപ്പോൾ ഈ രണ്ട് കോർട്ടെക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഈ കോർട്ടെക്സിനകത്ത് തന്നെ ഒരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലോട്ട് കണക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഈ കോർട്ടെക്സിനകത്ത് നിന്ന് വേറൊരു നമ്മളെ ബ്രെയിനിൻ്റെ ഏരിയയിലോട്ട് കണക്ട് ചെയ്യുന്നതാവാം. ഇതെല്ലാം വൈറ്റ് മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ മൈലിനേറ്റഡ് ഫൈബേഴ്സ് ആയിരിക്കും. ഇതിനെ നമുക്ക് മൊത്തം 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: അസോസിയേഷൻ, കമ്മീഷറൽ ആൻഡ് പ്രൊജക്ഷൻ ഫൈബേഴ്സ്. ആദ്യത്തേതാണ് അസോസിയേഷൻ. നമ്മളെ കമ്മീഷറൽ ഫൈബേഴ്സിനകത്താണ് കോർപ്പസ് കലോസം വരുന്നത്, പ്രൊജക്ഷൻ ഫൈബറിനകത്താണ് ഇന്റേണൽ ക്യാപ്സ്യൂൾ വരുന്നത്. നമുക്കതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് അസോസിയേഷൻ ഫൈബർ. ഇതിന് ഓൾസോ നോൺ ആസ് സർക്യുലേറ്റ് ഫൈബേഴ്സ് എന്നും കൂടിയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് കോർട്ടിക്കൽ ഏരിയാസ് ഓഫ് ദി സെയിം ഹെമിസ്ഫിയർ ടു വൺ അനദർ. അതായത് ഇപ്പോൾ ഇതൊരു കോർട്ടെക്സ്, ഇതൊരു നമ്മളെ രണ്ട് ഹെമിസ്ഫിയർ ആണ്. ഇതിനകത്തുള്ള ഒരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലോട്ട് കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സ്, അതിനെയാണ് അസോസിയേഷൻ ഫൈബേഴ്സ്. ഇപ്പോൾ ഇതിനകത്ത് ഇവിടുന്ന് കണക്ട് ചെയ്യുന്ന വേറെ ഫൈബർ. ഇതെല്ലാം ന്യൂറോൺസ് ആണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ അസോസിയേഷൻ ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമുക്ക് ഷോർട്ട് എന്നും ലോങ് എന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഷോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്ജസൻറ്റ് ഗൈറെ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും. ലോങ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലുള്ള ഗൈറേനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് ആയിരിക്കും. ഇതിനകത്ത് എക്സാമ്പിൾസ് വരുന്നതാണ് അൺസിനേറ്റ് ഫാസിക്കുലസ്, അതായത് നമ്മളെ ടെമ്പറൽ പോളിൽ നിന്ന് തുടങ്ങി മോട്ടോർ സ്പീച്ച് ഏരിയ ആൻഡ് ഓർബിറ്റൽ കോർട്ടെക്സ് വരെ പോകുന്നത്. പിന്നെ സിംഗുലം, അത് സിംഗുലേറ്റ് ഗൈറസിൽ നിന്ന് തുടങ്ങി പാരാ ഹിപ്പോകാമ്പൽ ഗൈറസ് വരെ പോകുന്നത്. സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂണൽ ഫാസിക്കുലസ്, ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂണൽ ഫാസിക്കുലസ് ഉണ്ട്. സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂണൽ എന്ന് പറയുമ്പോൾ ഫ്രോണ്ടൽ ലോബിൽ നിന്ന് തുടങ്ങി ഓക്സിപിറ്റൽ ആൻഡ് ടെമ്പറൽ ലോബ് വരെ പോകുന്നത്. ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂണൽ ഫാസിക്കുലസ് എന്ന് പറയുമ്പോൾ ഓക്സിപിറ്റലിൽ നിന്ന് തുടങ്ങി ടെമ്പറലിലോട്ട് പോകുന്നത്. രണ്ടുപേരും ടെമ്പറലിലേക്കാണ് പോകുന്നത്, പക്ഷേ ഒരാൾ ഫ്രോണ്ടൽ ലോബിൽ നിന്ന് ഒരാൾ ഓക്സിപിറ്റൽ ലോബിൽ നിന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഫ്രോണ്ടോ ഓക്സിപിറ്റൽ ഫാസിക്കുലസും ഉണ്ട്. ഈ ഒരു ഫിഗർ വെച്ച് അതിനെ നോക്കാം. നമ്മൾ പറഞ്ഞു ഇതൊരു ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഷോർട്ട് അസോസിയേഷനും ഉണ്ട്, ലോങ് അസോസിയേഷൻ. ഇപ്പം തൊട്ടടുത്തുള്ള രണ്ട് ഗൈറയാണിത്. ഇതിനെ രണ്ടിൽ കണക്ട് ചെയ്യുന്ന ഇയാളെയാണ് ഷോർട്ട് അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഗൈറെ, ഇതിനപ്പുറത്തെ ഗൈറയാണിത്. അതിന് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾ ലോങ് അസോസിയേഷൻ. ഇതാണ് ഈ ബ്ലൂ ഇട്ട് വരച്ചേക്കുന്നത്. പിന്നെ നമ്മൾ സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു. ഫ്രോണ്ടൽ ലോബും നമ്മളുടെ ഓക്സിപിറ്റൽ അല്ലെങ്കിൽ ടെമ്പറൽ ലോബും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രോണ്ടൽ ലോബും നമ്മളുടെ ഓക്സിപിറ്റൽ ലോബ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു വരച്ചാൽ മതി. അതിനെ നമ്മൾ സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഫാസിക്കുലസ് എന്ന് വിളിക്കും. അടുത്ത സിംഗുലം, നമ്മളെ കോർപ്പസ് കലോസത്തിന് മുകളിലായിട്ട് ഇങ്ങനെ വരും. നമ്മൾ സിംഗുലേറ്റ് ഗൈറസ് ഓർമ്മയില്ലേ, അതുപോലെ വരുന്നതിനാണ് നമ്മൾ സിംഗുലം എന്ന് വിളിച്ചത്. സിംഗുലേറ്റ് ഗൈറസിനെയും പാരാ ഹിപ്പോകാമ്പൽ ഗൈറസിനെയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ. അതെന്ന് പറയുന്നത് നമ്മളുടെ സെയിം ഓക്സിപിറ്റലും ടെമ്പറലും തമ്മിലാണ്. ഓക്സിപിറ്റലും ഇത് ടെമ്പറലും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഫാസിക്കുലസ്. അടുത്ത അൺസിനേറ്റ് ഫാസിക്കുലസ് ഈ ഒരു ഏരിയയിലായിട്ട് വരുന്ന ആൻറ്റീരിയർ കമ്മീഷറിന് തൊട്ട് മുന്നിലായിട്ട് വരുന്നതാണ് അൺസിനേറ്റ്.